രാമുണ്ണി ഇത്ര കുസൃതിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നാൽ ഇത് കൊള്ളില്ല കേട്ടോ. പ്രായം തികഞ്ഞ പെണ്ണുമായി ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അത് അപകടമാണ്. അതിന്റെ ദോഷം നിനക്കാ. മനസ്സിലായോ? ഇപ്രാവശ്യം ഞാനിത് മറച്ചു വയ്ക്കാം. ഇനി ഇത് ആവർത്തിക്കരുത്. എന്നെ പിടിക്കണ്ട, ഞാൻ നടന്നു പോയിക്കൊള്ളാം. എന്നെ ആരും പിടിക്കണ്ട. വിടാനല്ലേ പറഞ്ഞത്? കണ്ട, ഞാൻ നടന്നു തന്നെ എന്റെ വീട്ടിൽ വിടാൻ. എന്നെ വിടാൻ പതുക്കെ പതുക്കെ അല്ലേ വീണു. ഇവിടെ വീഴും. രാമണി, നീ എന്താണ് അവിടെ കയറിയിരിക്കുന്നത്? ഒന്നുമില്ല. നീ എന്താ വല്ലാതിരിക്കുന്നത്? സുഖമില്ലേ? ഇല്ല. പിന്നെ എന്തിനാ വെയിലത്തിരിക്കുന്നത്? പോയി കിടന്നോ. വേണ്ട, ഇത് പാപമാണ്. അല്ല രാമണി, പാപമോക്ഷമാണ്. 12 വർഷമായി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ അമ്മ ഇന്നും വഴിപാട് നേരുന്നു. എന്തിനാണെന്നോ? എനിക്കൊരു കുഞ്ഞുണ്ടായി കാണാൻ. രാമുണ്ണിക്ക് എന്നെ ഇഷ്ടമല്ലേ? എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട, അദ്ദേഹം ഇപ്പൊ വരില്ല. തുറക്കാൻ തുറക്കാൻ ഇല്ല, ഞാൻ കൊന്നിട്ടില്ല. പതുക്കെ. ഈ വീട്ടിലെ ചുവരുകൾക്ക് പോലും ചെവിയുണ്ട്. ഞാൻ അവരെ കൊന്നിട്ടില്ല. അതെനിക്കറിയില്ല. പക്ഷെ പോലീസ് അന്വേഷിക്കുന്നത് നിന്നെയാണ്. ശ്രീദേവി കുഞ്ഞ് വെട്ടിക്കൊന്ന നാട് വിട്ട രാമുണ്ണിയെ വായിച്ചില്ലേ? കളവാണ്, അതിനെഴുതിയിരിക്കുന്ന കളവാണ്. സത്യമായാലും രാമുണ്ണി ഭയപ്പെടണ്ട. ഈ വീട്ടിൽ നീ എന്നും സുരക്ഷിതനായിരിക്കും. ഈ ഉടുപ്പുകൾ മാറാമോ? പുറത്തു പോയാൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്താണ് ആലോചിക്കുന്നത്? ഒരു കൊലയല്ലേ ചെയ്തിട്ടുണ്ട്. സാരമില്ല, ഇനി സൂക്ഷിച്ചാൽ മതി. ഒന്നിലധികം കൊല ചെയ്തവർ എന്നോടൊന്നിച്ച് ജോലി ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ നീ ഇവിടെ നിന്നോളൂ. എന്ത് തീരുമാനിച്ചു? നിൽക്കാം. എങ്കിൽ നാളെ തൊട്ട് ഡ്രൈവിംഗ് പഠിച്ചോളൂ. വീരയനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വയ്യ മോളെ, വയ്യ. മോളെ, അച്ഛൻ ഇപ്പൊ വരും. വേലപ്പിന് ഒരുപാട് ദൂരം. എനിക്ക് ആനപ്പുറത്തിരിക്കണം. വേലപ്പിന് ആനയാവും. ഞാനിപ്പോ എന്തായി? ആനയായി, കരടിയായി, പൂലിയായി, ഒട്ടകയായി. അച്ഛാ, ഞാൻ പറഞ്ഞിട്ട് ഈ വേലപ്പിന് അനുസരിക്കുന്നില്ല. എടാ, എന്റെ മോള് പറഞ്ഞിട്ട് നീ അനുസരിക്കില്ലേ? ഞാൻ മോള് പറഞ്ഞ എല്ലാം അനുസരിച്ച്. ആനയെ ആനയെ കാണാൻ മോക്കച്ഛൻ ജീവനുള്ള ആനയെ കാണിച്ചു. വേഗം ഒരുങ്ങിക്കും. എങ്ങോട്ടാ? നമുക്കിത് നായാട്ട് പോവാം. വേഗം പുറപ്പെടും. എന്താണോ നോക്കി നിൽക്കുന്നത്? പുറപ്പെടേ. ഞാൻ അവിടെ എത്തിക്കോളാം. നീ ഞങ്ങളുടെ കൂടെ തന്നെ വരണം. എനിക്ക് ശരീരത്തിന് എന്തോ ഒരു വല്ലായ്മ. എനിക്കറിയാം നിന്റെ അസുഖം എന്താണെന്ന്. നാണമില്ലടാ. ശാന്തി പോണ്ട ധൈര്യമുണ്ടോ നിനക്ക്? ധൈര്യം കാണിച്ചല്ല,
പിന്നെ കാട്ടിൽ പോകുന്നത് എനിക്കിഷ്ടമാണ്. പിന്നെന്താ മുതലാളി, വെടിയുടെ ശബ്ദം കേൾക്കുമ്പോ എന്തോ ഒരു മാതിരി. ആ എന്താ മുതലാളി, നമുക്കൊരു കാര്യം ചെയ്യും, ഇപ്രാവശ്യം തോക്കെടുക്കണ്ട, മൃഗങ്ങളെ കെണി വെച്ച് പിടിക്കും. ഞാൻ പിടിച്ചോളാം. പുറപ്പെട്ടോ. എന്താടാ? അല്ല, അതിന്റെ മൂക്ക് എന്റെ നേരെ തിരിഞ്ഞു വരുന്നു. നീ പേടിക്കണ്ട, ഇത് ലോക്ക് ചെയ്തിട്ടുണ്ട്, പൊട്ടൂല. വല്ല ബുദ്ധിയില്ലാത്ത ജന്തുവല്ലേ, എങ്ങനെ വിശ്വസിക്കും? ആ അല്ല, ഇനി ഇവിടെ എവിടെയും കുറച്ച് ഇരുന്ന് ക്ഷീണം മാറ്റിയിട്ട് പോവാം. നീ എന്റെ കൂടെ വാടാ. എന്നിട്ട് നടന്ന് ശബരിമല എത്തിന്ന് തോന്നുന്നുണ്ട്. നിന്നെ കൊണ്ടുവന്ന എന്നെ വലിയ ശല്യം. നമുക്ക് ഇവിടെ നിൽക്കാം, ഇവിടെ നല്ലൊരു കാഴ്ചപ്പാടുണ്ട്. കാല് കാണിക്കുന്നുണ്ട്. മതി, ഇവിടെ നിൽക്കാതെ നല്ലത്. വെള്ളം 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 ഇത് പിടിക്കും. എന്നാ അതും കൂടെ കൂട്ടാ. ശരിയാവില്ല. ഇന്നുണ്ടോ പുലി? പുലി കരടിയോ? കാറ്റായി നമുക്ക് അവിടെ പോകണം. എങ്ങോട്ടാണ്? ഭാര്യ മരിച്ച പിന്നെ മുതലാളിയുടെ സ്വഭാവം ആകെ മാറിയത്. കുടി തന്നെ. എങ്ങോട്ട്? അടുത്ത മുറി കൂടെ കിടക്കുക. അതൊന്നും നീ അറിയണ്ട, കൊണ്ടുപോകും. അച്ഛാ, വേലപ്പൻ ഇന്നലെ അച്ഛന്റെ കിടക്കിൽ നിന്നു എന്നെ മാറ്റി കിടത്തി. ഇതെന്തിനാടാ എന്റെ മുമ്പ് ഉപയോഗിക്കുന്നത്? മുതലാളിയെ ഓർമ്മിപ്പിക്കാൻ. എന്നും കാലത്ത് ഞാനാണല്ലോ ഇതെല്ലാം വാരിക്കളയുന്നത്. ഇനി എനിക്ക് വയ്യ. വിലപ്പാ, കുടിച്ച് കുടിച്ച് മുതലാളി ശരീരം കേടുവരുത്തി. മുതലാത്തതിന് എടാ ധിക്കാരം പറയുന്നു. ഇറങ്ങിപ്പോടാ, പോകാൻ. പോകും മുതലാളി. ഒപ്പോ ഇന്നലെ രാത്രി കൂടി കണ്ണീർ ഒലിപ്പിച്ചുകൊണ്ട് എന്റെ ചുമലിൽ കിടന്ന ശാന്തകുണി ഇറക്കി വിട്ടേക്കൂ. എന്നിട്ട് മുതലാളി ഇഷ്ടം പോലെ ജീവിച്ചോളൂ. ആ കുട്ടിയെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത് മുതലാളി. വേലപ്പനത് സഹിക്കില്ല. അടുത്ത ദിവസം ശാന്തിമോളെ കോൺവെന്റിൽ ചേർത്തു. പിന്നീട് ഈ വീട്ടിൽ അന്തിയുറങ്ങിയ പെണ്ണുങ്ങൾക്ക് കണക്കില്ല.
ഇപ്പോഴത്തെ മാനേജർ രാജഗോപാലനാണ് കൊണ്ടുവരിക. പാതിരാക്ക് പുലരുന്നതിന് മുമ്പ് അവറ്റ പോവുകയും ചെയ്യും. എന്നാൽ ഇവൾ പോയില്ല. പിന്നീട് ഒരുത്തി അതിനകത്ത് കയറ്റിയതുമില്ല. മുതലാളി മരിക്കുന്നവരെ. മരിച്ചതല്ല, ഇവൾ കൊന്നതാണെന്ന പറഞ്ഞു കേൾക്കുന്നത്. എന്തൊരു ശക്തനായിരുന്നു മുതലാളി. അങ്ങേർക്ക് പോലും ഇവളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. മരിക്കുന്നതിന് മുൻപ് എനിക്കൊരാഗ്രഹമേ, എന്റെ ശാന്തി മോളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുത്തും. ഞാനാണ് നിന്നെ ഇവിടെ നിയമിച്ചത്. വേലമ്മ, ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി. ആ പെണ്ണിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു വ്യത്യാസവും കാണുന്നില്ല സാർ. കുത്തിവെച്ചാൽ കുറെ നേരം മയം കിടക്കും, പിന്നെയും പഴയ നില തന്നെ. ആ ഡോക്ടർ ഒന്നിനും കൊള്ളില്ല സാർ. എങ്കിൽ ആ ചികിത്സ നമുക്ക് തന്നെ ഏറ്റെടുക്കണം. ഇനി താമസിച്ചാൽ പറ്റില്ല. മനസ്സിലായോ? ഉഷമലരികൾ തൊഴുതുണരും ഉപവനങ്ങൾ, നിറപൊലിയുടെ സ്വരമുയരും ശ്രുതിലയങ്ങൾ. ഇവിടെ ജീവിതം ധന്യം, ഹൃദയം ആഹ്ലാദമന്ദിരം. ശാന്തി മോളെ, ശാന്തി മോളെ, ഞാനാണ് മോളെ, ഞാനാണ് വേലയ്യ, അല്ല വേലപ്പൻ. വേലപ്പനോ? വേലപ്പൻ. വേലപ്പ, മോളെ, അവര് വരുന്നതിന് മുമ്പ് എന്നെ രക്ഷിക്കൂ. എനിക്ക് വയ്യ, പ്ലീസ്. അവര് വരുന്നതിന് മുമ്പ് എന്നെ രക്ഷിക്കൂ, പ്ലീസ് വേലപ്പ. അമ്മേ, അയ്യോ 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 അയ്യോ, എന്റെ പൊണ്ണു സാറേ, അയ്യോ എന്റെ പൊണ്ണു സാറേ, എന്നെ തല്ലരുത് സാറേ. ഞാൻ മരുന്ന് വാങ്ങിച്ച് മുറിക്കാതിരുന്നപ്പോ അവിടെ ആരും കണ്ടില്ല. അതൊക്കെ വെളുപ്പില്ലാത്ത കുഞ്ഞല്ലേ, ഏതാണ്ടൊക്കെ പറഞ്ഞു. അയ്യോ അയ്യോ, എന്റെ പൊണ്ണു സാറേ തല്ലരുത്. എന്റെ ശരീരത്തിന് തീരെ വയ്യ. നിന്റെ അസുഖം ഞാൻ മാറ്റാടാ. ഇനി മേലാൽ ഈ മുറിക്കകത്ത് കയറരുത്. വയ്ക്കോ. വേലമ്മ, നീ എവിടെയായിരുന്നു? ഞാൻ എന്താ അത് കയ്യില്? കാണട്ടെ, കാണിക്കാൻ. മരുന്ന് ഡോക്ടർ ശാന്തിക്ക് നിർദ്ദേശിച്ചായിരിക്കും, അതോ മറ്റൊന്നും തന്നേക്കാണ്? കുഞ്ഞിന് ഉറക്കം കിട്ടാൻ രാജഗോപാലന്റെ സഹായം അല്ലേ? ശാന്തി ഒരിക്കലും ഉണരാത്ത വിധത്തിൽ ഉറക്കിക്കിടത്തേണ്ടത് എന്റെ ആവശ്യമാണ്. അതിനല്ലേ ആ ഡോക്ടർ ഇവിടെ വരുന്നത്? അതിന്റെ ഇടയ്ക്ക് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഇത്തരം വിട്ടിത്തനങ്ങൾ കാണിച്ചാൽ അതിന്റെ ശിക്ഷ എന്താണെന്ന് വേലമ്മയ്ക്ക് അറിയാമോ? മരണം വരെ ജയിലിൽ കഴിയുക, അല്ലെങ്കിൽ കൊലമരത്തിൽ കയറുക. വേലമ്മയ്ക്ക് ഇഷ്ടമാണ് കണ്ണു തുറച്ച് നാക്കുനീട്ടി കൊലമരത്തിൽ കയറാൻ? അല്ല. എങ്കിൽ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. നാളെ മുതൽ രാമുണ്ണി ഉണ്ടായിരിക്കും വേലയിന് പകരം തന്നെ സഹായിക്കാൻ. പൊയ്ക്കോളൂ. എനിക്ക് വേണ്ട. മര്യാദക്ക് അനുസരിക്കുന്ന നല്ലത്. ഇല്ല. തൊട്ടുപോരുത് രാമുണ്ണി. എന്നെ തടയാൻ മാത്രം നീ വളർന്നു. രാമുണ്ണി, അവനെ പിടിച്ച് മാറ്റൂ.
തല്ലിയത് നിങ്ങൾ നോക്കി നിന്നു. തിരിച്ചു തല്ലാൻ പോലും നിങ്ങളുടെ ആളുകൾ എന്നെ അനുവദിച്ചില്ല. രാമുണ്ണിയുടെ രക്ഷയെ ഓർത്താണ് ഞാൻ അങ്ങനെ ചെയ്തത്. വീരേന്റെ ശക്തി നിനക്കറിയില്ല. എനിക്കറിയേണ്ടത് ഈ വീട്ടിൽ യജമാനായിരുന്നാണ്. നിങ്ങളോ വീരയനോ അതോ ആ രാജഗോപാലനോ? നിന്റെ ചോദ്യങ്ങൾക്കൊന്നും പെട്ടെന്ന് ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ പറയുന്നതാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്നാൽ അതിലും വലിയ ശിക്ഷയാണ് ഇവിടെ. എന്തിനാണ് നിങ്ങൾ എന്നെ ദ്രോഹിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്തത് ഞാനാണ്. ഒരു സ്ത്രീയും ചെയ്യാൻ പാടില്ലാത്ത കടും ക്രൂരത ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ നിലനിൽപ്പിന് വേണ്ടി. എന്നാലും രാമുണ്ണിയെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നിന്റെ ശരീരത്തിൽ ഒരു പോരലേൽക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എനിക്ക് ദുഃഖമുണ്ട് രാമുണ്ണി. എന്നോട് ക്ഷമിക്കൂ. രാഗസംഗമം രാമണി മാറി നിൽക്ക. എന്നെ തുടരുത് രാമ. വിടണേ രാമണി, വിടണേ, വിടാനാ പറഞ്ഞത്. രാമണി, എടാ നീ എന്നെ മറ്റൊരു ശ്രീദേവി കുഞ്ഞമ്മയാണെന്ന് കരുതിയല്ലേ? ഒരിക്കൽ ഒരു ദുർബല നിമിഷത്തിൽ നീ കീഴ്പ്പെടുത്തിയത് രക്തവും മാംസവും തുടിക്കുന്ന പച്ചയായ ഈ ശരീരത്തെയാണ്. ഇനി എന്നിലെ സ്ത്രീത്വം ഒരിക്കലും നിനക്ക് വഴങ്ങിത്തരില്ല. ഇനി എന്നിലെ സ്ത്രീയെ ജയിക്കാൻ നിനക്കെന്നല്ല ഈ ലോകത്ത് ഒരു പുരുഷനും കഴിയില്ല. അതാണ് നിന്റെ മോഹമെങ്കിൽ എനിക്ക് പോരാവുന്നത്. I said you get out!